കേരളത്തിൻ്റെ മരുമകനായ മല്ലു അറബി നമുക്ക് പരിചയപ്പെടാം. 18 കൊല്ലം മുമ്പ് കേരളത്തിലെത്തുകയും പിന്നീട് പാലക്കാടിൻ്റെ മരുമകനായി മാറുകയും ചെയ്ത സുൽത്താൻ ഇപ്പോൾ നാട്ടുകാർക്ക് വലിയൊരു കൗതുകമൊന്നുമല്ല. നന്നായിട്ട് മലയാളം സംസാരിക്കും, പാട്ട് പാടും. ഇതൊക്കെ സുൽത്താൻ്റെ വിശേഷങ്ങളാണ്. മലരെ നിന്നി കാണാതിരുന്നാൽ കുറച്ച് സോൻ അറിയും. കാത്തിരുന്ന് ഇതിനല്ല സോൻ ബൈറൂനി റഹ്മാനി റഹീം. മണ്ണാർക്കാട് കൈതച്ചിറയിൽ നിന്ന് 8 വർഷം മുൻപാണ് സൗദി പൗരനായ സുൽത്താൻ വിവാഹം കഴിച്ചത്. സൗദി അറേബ്യയിൽ അധ്യാപകനായ സുൽത്താൻ ഇടവേളകളിലാണ് പാലക്കാട്ടെത്തിയിരുന്നത്. ഭാര്യ നന്നായി മലയാളം പഠിപ്പിച്ചു. നാടും നാട്ടുരുചികളുമൊക്കെ പിടിച്ചതോടെ സുൽത്താനിനി മടങ്ങണമെന്ന് നിർബന്ധമില്ല. ജന്മനാടിനോടുള്ള സ്നേഹം പോലെ തന്നെ കേരളത്തെയും മലയാളികളെയും ഏറെ പ്രിയം ഈ സുൽത്താന്. ഇപ്പോൾ 18 വർഷം മുമ്പ് വന്നു. കേരള നല്ല ഇഷ്ടം, നല്ല സന്തോഷം, നല്ല മലയാളി. അൽഹംദുലില്ലാ കുറേ ആള് മണ്ണാർക്കാട് അറിയും. അൽഹംദുലില്ലാ ഒരു പ്രശ്നമില്ല. ഫാമിലി ഉണ്ട്. അൽഹംദുലില്ലാ. രുചികളിലും ഇപ്പോൾ കേരളീയ ഭക്ഷണം തന്നെയാണ് സുൽത്താന് മുഖ്യം. നാട്ടിലൊരു സ്കൂട്ടറിൽ രാവിലെ ഇറങ്ങുന്ന സുൽത്താനെ നാട്ടുകാരനെ പോലെ തന്നെയാണ് ഇപ്പോൾ കൈതച്ചിറക്കാരും കാണുന്നത്. നല്ല ഭക്ഷണം, ബറൂത്ത അല്ലെങ്കിൽ ചപ്പാത്തി, പൂരി, ഇഡലി, അപ്പം, ബുട്ട്, കടലക്കറി. നല്ല ഭക്ഷണം. രാവിലെ ബറൂത്ത, കടലക്കറി അല്ലെങ്കിൽ കുർമക്കറി അടിപൊളി. ഒരു ചായ, പഞ്ചസാര കൂടുതൽ അടിപൊളി. പണ്ട് പെരിന്തൽമണ്ണയിലെ ഒരു സുഹൃത്ത് നിർബന്ധിച്ചിട്ടാണ് സുൽത്താൻ ആദ്യമായി കേരളത്തിലെത്തിയത്. അനലി നല്ല പ്രശ്നം. പൊന്നു നല്ല ആള്. ഞാനിപ്പോ 8 വർഷം മുമ്പ് അറിയും. പൊന്നു കുമാരി ഗോപാൽ കല്യാണം കഴിച്ചു അല്ലേ? എപ്പോ 3 മാസം മുമ്പ്. മാഷാഅല്ലാ. എപ്പോ സന്തോഷം. മാഷാഅല്ലാ. 24 പാലക്കാട്.